തിരുവനന്തപുരം വെട്ടുകാട് യുവാവിനെ പിന്തുടർന്ന് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമം. കുപ്രസിദ്ധ ഗുണ്ട ഉൾപ്പെടെ 2 പേർ പിടിയിലായി. മുൻ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണം. പ്രതികൾ യുവാവിനെ അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്തു. രക്ഷപ്പെടാൻ വീട്ടിലേക്ക് ഓടിക്കയറിയ യുവാവിനെ പ്രതികൾ പിന്തുടർന്ന് ആക്രമിക്കുകയായിരുന്നു. അശ്വിൻ ഡിയേഗോ ഒരിക്കൽ കൂടി ചേരുന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി. അശ്വിൻ, തുടരെ തലസ്ഥാനത്ത് നിന്ന് ഗുണ്ടാ വിളയാട്ടത്തിന്റെ വാർത്തകളാണല്ലോ. എന്താണ് ഈ സംഭവം? മെയ് 28 വൈകിട്ട് 6:30 വെട്ടുകാട് ബീച്ച് റോഡിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. 27-കാരനെ പ്രതികൾ വഴിയിൽ തടഞ്ഞു നിർത്തി അസഭ്യം പറയുകയാണ് ഉണ്ടായത്. പിന്നീട് യുവാവിനെ മർദ്ദിക്കുകയും കയ്യിലുണ്ടായിരുന്ന വെട്ടുകത്തി ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്താനുമായിരുന്നു ശ്രമം. ഇതോടെ യുവാവ് ജീവൻ രക്ഷിക്കുന്നതിനു വേണ്ടി വീട്ടിലേക്ക് ഓടിക്കയറുകയാണ് ഉണ്ടായതെന്ന് പോലീസ് പറയുന്നു. എന്നാൽ പ്രതികൾ യുവാവിനെ പിന്തുടർന്ന് വീടിന്റെ അടുത്തേക്ക് എത്തുകയും അവിടെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. കൈവശമുണ്ടായിരുന്ന മാരകായുധങ്ങളുമായി യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താനായിരുന്നു പ്രതികളുടെ ശ്രമമെന്ന് പോലീസ് പറയുന്നു. ഇതിന് കാരണം 2024 വെട്ടുകാട് പള്ളിപ്പെരുന്നാളുമായി ബന്ധപ്പെട്ട ഒരു തർക്കം ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ഈ ഒരു ആക്രമണം നടന്നത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അന്ന് നാട്ടുകാർക്കെതിരെ സംഘർഷമുണ്ടാക്കാൻ ശ്രമിച്ച പ്രതികളെ യുവാവ് ചോദ്യം ചെയ്യുകയും വിലക്കുകയും ചെയ്തിരുന്നു. ഈ വിരോധമാണ് ഇവർ കഴിഞ്ഞ ദിവസം തീർത്തത് എന്നുള്ളതാണ്. സംഭവത്തിന് ശേഷം യുവാവ് ഫയർ ആൻഡ് സേഫ്റ്റി പഠിക്കുന്നതിനായി പുറത്തേക്ക് പോയിരുന്നു. ജോലി ലഭിച്ച ശേഷം ഈ അടുത്താണ് യുവാവ് തിരിച്ച് നാട്ടിലേക്ക് എത്തിയത്. ഇവിടെ വെച്ചാണ് അതിനുശേഷമാണ് ഈ സംഭവം നടക്കുന്നത്. അറസ്റ്റിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. വലിയതുറ പോലീസിന്റെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയിട്ടുള്ളത്. കൂടുതൽ അന്വേഷണം തുടരുകയാണെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ആര്യ. ഓക്കെ, അശ്വിൻ ഡിയേഗോ ആണ് വിശദാംശങ്ങൾ നൽകിയത്.